ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ റെപ്യൂട്ടേഷനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അല്ല. മറിച്ച് ഇത് ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. മെയ് പകുതിയോടുകൂടി എൻ്റെ അച്ഛൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കാലിൽ ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നു. നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അച്ഛന്റെ കാലിന് ഭയങ്കര വേദനയായി, സ്വെല്ലിംഗ് ആയി. നമ്മൾ പിറ്റേ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുത്തെ ചീഫ് സർജനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇതാണ് ആ എക്സ്റേ. ശരിക്കും ഡോക്ടർ ഈ എക്സ്റേ മര്യാദയ്ക്കൊന്ന് നോക്കിയത് പോലുമില്ല. എന്നിട്ട് പറയുക, ആ 4 വിരലങ്ങ് മുറിച്ച് കളഞ്ഞേക്ക്. ഇതെന്താ വല്ല കപ്പയോ കിഴങ്ങോ ആണോ അങ്ങ് പറയുമ്പോ മുറിച്ച് കളയാനായിട്ട്? ഇതാണ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ. ഇത് കേട്ട ഉടനെ എൻ്റെ അമ്മ വലിയ അതിൽ കരയാൻ തുടങ്ങി. അപ്പൊ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞു, അഡ്മിറ്റ് ആക്ക്, നിങ്ങളുടെ സമ്മതം ഇല്ലാതെ വിരൽ മുറിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ആലപ്പുഴയിലെ തന്നെ പേര് കേട്ട ഡോക്ടറാ, ചീഫ് സർജനാ, ഡോക്ടർ പറഞ്ഞ അത് ചെയ്യേണ്ടി വരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാല് കരിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് വരുന്നുണ്ട്. എന്ത് അസുഖം വന്നാലും നമ്മളെ പോലുള്ള സാധാ ജനങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടായിരിക്കും. ശരിക്കും എൻ്റെ അച്ഛന്റെ കാലിലെ വിരലിന് ഒരു കുഴപ്പമില്ലായിരുന്നു. രക്തയോട്ടം ഉണ്ടായിരുന്നു, അതിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഇത്തിരി പഴുപ്പുണ്ടായിരുന്നു. ആ പഴുപ്പ് ഒന്ന് റിമൂവ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് ആദ്യം ഒരു വിരൽ മുറിക്കുക, പിന്നെ ബാക്കി 3 വിരൽ മുറിക്കാന്ന് പറഞ്ഞ് പേടിപ്പിച്ചത്. ശരിക്കും ഇനി ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് തേടേണ്ടത്? പ്രിയപ്പെട്ട മുരളീധരൻ സാർ, നമ്മുടെ ആരോഗ്യ മേഖല ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അങ്ങനെ എല്ലാവർക്കും നല്ല ചികിത്സ ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഒരു സാധാരണക്കാരി.